ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ലെറ്റ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്ന അറിയാൻ ഇന്ന് നമ്മൾ ഗുരുവായൂർ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ട്രെയിനിലൊക്കെ കയറിയിട്ട് കാണാം. അങ്ങനെ ഗൈസ്, നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, അച്ഛൻ കാർ പാർക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മളിതാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ അനിയത്തിയാണ്. നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഞാൻ, അനിയത്തി, പിന്നെ എൻ്റെ അമ്മാമ്മ, മാമൻ, ആൻറ്റിയുടെ മോനാണ് കേട്ടോ ചോറൂണ്. അപ്പോൾ ചോറൂണിനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുള്ള നമ്മളിതാ ട്രെയിനിലെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. അവരെല്ലാവരും നമ്മുടെ കൂടെ ഇരിക്കാനായിട്ട് ഞാനും അമ്മയും അമ്മാമ്മയും എൻ്റെ അച്ഛനും അമ്മയും മാമനും ആൻറ്റിയും എല്ലാവരും ഉണ്ട്. ശ്രീനുമാണ് ദോ അവിടെ ഇരിക്കുന്നത്, അവൻ്റെ ചോറൂണാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിന് പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എവിടെ എത്തിയെന്ന് എനിക്ക് യാതൊരു അറിവും ഇല്ല. പക്ഷേ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. നല്ല കാറ്റും എല്ലാം ഉണ്ട് ഗൈസ്, നല്ല രസമാണ്. ഇവിടുത്തെ ഈ പുഴയും ആറും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അങ്ങനെ കുറേ സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതുവരെ എത്തിയില്ല. ബട്ട് എനിക്ക് ബോറടിച്ച് ഇരിക്കാൻ വയ്യ ഗൈസ്, കാരണം അത്രയ്ക്കും ബോറടിയാണ്. ഒന്നുമില്ല, ശ്രീനൊക്കെ ഉറങ്ങാണ് കേട്ടോ. ഇപ്പോൾ 1:20 നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പ്. അതാണെങ്കിൽ ഇങ്ങനെ ആംഗ്യത്തിലൊക്കെ കാണിക്കുന്നത്. പിന്നെ നമുക്കിനി കഴിക്കാം. അങ്ങനെ ശ്രീന് ഉറക്കത്തിൽ നിന്ന് എണീറ്റുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നും അടുത്ത് നിന്ന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഗൈസ്. എൻ്റെ മുടിയൊക്കെ കുലങ്ങിയിരിപ്പുണ്ട്, കാരണം നല്ല കാറ്റും ഇതൊക്കെ ആയിരുന്നു. പിന്നെ നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ബസ്സൊക്കെ കയറിയാണ് വന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ് പിടിച്ചാണ് നമ്മളിവിടെ എത്തിയത്. എന്നിട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ ശിക്ഷക് സദൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇയർഫോൺ വെച്ചിട്ട് മാത്രം കേൾക്കുക. ഇതിൽ ചില സംസാരങ്ങളൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല ബാക്കിലത്തെ സൗണ്ട് കൊണ്ട് തന്നെ. അതുകൊണ്ട് നിങ്ങൾ ഇയർഫോൺ വെച്ചിട്ട് കേൾക്കുക. എന്നിട്ട് നമ്മൾ ഇനി പോകുന്നത് നാളെ രാവിലെയാണ്. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മൾ കോവിലിൽ പോകും കേട്ടോ. ചുമ്മാ ഒന്ന് കോവിലിൽ പോകുന്നതാണ്. നാളെയാണ് ശ്രീനുവിൻ്റെ നൂലിയെട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഉറപ്പായിട്ട് പോകും. എന്നിട്ട് ഇന്ന് വൈകിട്ട് ചിലപ്പോൾ നമ്മൾ പോകും കേട്ടോ. അത് ഒരു രാത്രിയോടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്നിട്ട് പിന്നെയുള്ളത്, ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഇനി സെക്കൻഡ് പാർട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കാണണം നിങ്ങൾ. അപ്പോൾ ഈ പാർട്ടിൻ്റെ ഉടൻ തന്നെ അടുത്ത സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി നിൽക്കുക കേട്ടോ. നമ്മളിതാ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി റൂമൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. ഇതാണ് നമ്മളെടുത്ത റൂമെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ആൻറ്റിയും മാമനും ഇരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്താണ് അമ്മാമ്മയുടെ റൂം. നമ്മളിതാ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ ഒരുങ്ങി കുളിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കോവിലിൽ പോകണം. അപ്പോൾ നമ്മളെ മാമനും മാമിയൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം അവരും കൂടി ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. ഗൈസ്, നമ്മളിതാ എല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ, നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് കാണാം. അവിടെ ഫോണ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കൊണ്ടുപോകുന്ന ആ സമയത്ത് മാത്രം സൈഡിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഗൈസ്, നമ്മളിതാ നമ്മുടെ കോവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ ഇനി കയറ്റത്തില്ല ഫോണ്. നമുക്ക് നോക്കാം. നമ്മൾ കോവിലിൽ പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. എന്നിട്ട് കഴിച്ചിട്ട് കോവിലിൽ കയറും. അപ്പോൾ ഗൈസ്, നമ്മളിതാ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കോവിലിൽ കയറാൻ നമ്മൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞ് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് കോവിലിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. ഇത് ഏത് നടയാണെന്ന് എനിക്കറിയില്ല ഗൈസ്. നമ്മളിതാ റൂമിലെത്തിയിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട് ഗൈസ്. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി നാളെ രാവിലെയാണ് നമ്മൾ കോവിലിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പം അടുത്ത പാർട്ട്